ഇയാളുടെ ഒരു പാറ്റേൺ എന്താണ് എന്നുള്ളത് നമുക്കതിനകത്ത് മനസ്സിലാവും. ക്രൂരമായി ഈ രണ്ടാമത് പരാതി കൊടുത്ത 23 വയസ്സുള്ള കേരളത്തിന് പുറത്ത് താമസിക്കുന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതിന് ശേഷം ആ പെൺകുട്ടിയെ കൈയൊഴിഞ്ഞ് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ ഇയാൾ പോകുമ്പോൾ പിന്നീട് ഒന്നും സംഭവിച്ചില്ല എന്ന പോലെ തിരികെ ബന്ധപ്പെട്ടിട്ട് വീണ്ടും സ്വകാര്യമായി കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നിരസിക്കുമ്പോൾ നിന്നെ ഗർഭിണിയാക്കണം എന്നതുപോലെയുള്ള മെസ്സേജുകളാണ് ഇയാൾ തുടർച്ചയായിട്ട് അയച്ചുകൊണ്ടിരുന്നത്. ഇയാൾക്ക് യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം എന്നുള്ളത് ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇയാളൊരു ബ്രീഡിംഗ് ഫെറ്റിഷിസം ഉള്ളയാളാണ് എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ അതൊരു ഫാൻറ്റസി ആയിട്ട് കണക്കാക്കുന്നതാണ്. പക്ഷേ ബലപ്രയോഗത്തിലൂടെയോ ചതിയിലൂടെയോ ഇത് ചെയ്യുന്ന ഒരു ബ്രീഡിംഗ് കിങ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബന്ധപ്പെടുന്ന പെൺകുട്ടിക്ക് ഒരു ഗർഭം ഉണ്ടാവുക എന്നുള്ളത് താല്പര്യമുള്ള ഒരാളായിട്ട് അയാൾ മാറുന്നു എന്നുള്ളതാണ്. അതൊരു തരം വല്ലാത്ത ഫാൻറ്റസിയാണ്. ആ ഫാൻറ്റസിയിൽ പെട്ടുപോയ ഒരാളാണ്. ശരി, അത് അയാളുടെ കൺസെൻഷ്യൽ ആണെങ്കിൽ അത് അവരുടെ സ്വകാര്യമായ വിഷയമാണ്. പക്ഷേ അതിനിരയായിത്തീരുന്ന പെൺകുട്ടികൾ പരാതി കൊടുക്കുമ്പോൾ ആ പരാതിയെ ഗൗരവത്തിലെടുക്കാതെ പോയതിന് കോൺഗ്രസ് കൊടുക്കേണ്ടി വന്ന വിലയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഭസ്മാസുരൻ്റെ അവതാരം.